Hi, question number 12 next. On the question number 12, you are giving 12.5 electron volt energy to hydrogen. Therefore, what will happen in the 12.5 energy use பண்ணிட்டு hydrogen வந்து excite ஆகும். இப்போ hydrogen energy levels already we have seen. അതായത് അതിൻ്റെ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ -13.6, സെക്കൻഡ് സ്റ്റേറ്റിൽ -3.4, -1.51, -0.85. ദിസ് ഈസ് ദ എനർജി ലെവൽസ് N1, N2, N3, N4. ഓക്കെ, അപ്പോൾ இந்த எனர்ஜி கிவன் எனர்ஜி எவ்வளோആണ് 12.5 இலக்ட்ரான் வோல்ட். இந்த எனர்ஜி வச்சுட்டு எந்த ஷெல்லிലേക്ക് ഇതിന് റേസ് பண்ண முடியும். അപ്പോൾ ആ ഡിഫറൻസ് ഓഫ് എനർജി എടുത്താൽ இந்த ഫസ്റ്റ് ഷെല്ലും തേർഡ് ഷെല്ലും അതിൻ്റെ ഡിഫറൻസ് ഫൈനൽ ഷെൽ ഏതാണ് E3, അതായത് തേർഡ് ഷെൽ -1.51 -13.5 plus 13.6 വരും. therefore approximately 12.09. അതായത് இந்த ഇൻകമിങ് ഇലക്ട്രോണിക്ക് ഇவ்வளோ വരെ എനർജി ഇരിക്കും. ബട്ട് നമുക്കിത് തേർഡ് ഷെല്ലിലേക്ക് പോകുന്നതുക്ക് 12.09 போதும். അപ്പോൾ അപ് ടു മാക്സിമം തേർഡ് ഷെൽ വരേക്കും എക്സൈറ്റ് பண்ண முடியும், ഫോർത്ത് ഷെല്ലിലേക്ക് முடியாது. therefore രണ്ട് ചാൻസുകളാണ്. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന കുറച്ച് ഇലക്ട്രോൺസ് തേർഡ് ഷെല്ലിലേക്ക് വരും. അപ്പോൾ ആ തേർഡ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഡയറക്റ്റ് 1ലേക്ക് ജമ്പ് பண்ணலாம். അതേമാതിരി തേർഡ് ഷെല്ലിൽ നിന്ന് ഡയറക്റ്റ് 2ലേക്ക് ജമ്പ് பண்ணலாம், അല്ലെങ്കിൽ 2ന്ന് ജമ്പ് பண்ணிட்டு എഗെയിൻ 1ലേക്ക് ജമ്പ് பண்ண സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജമ്പ് பண்ணலாம். ഇത് ഡീഎക്സൈറ്റ് பண்ணும்போது അപ്പോൾ 3 chances are there. അപ്പോൾ ഈ ഡയഗ്രത്തിൽ λ1 correspond to direct jumping from 3 to 1, λ2 correspond to 3 to 2 and λ3 correspond to 2 to 1. അപ്പോൾ ഈ 3 to 1ഉം 2 to 1ഉം they are coming under Lyman series and 3 to 2 coming under Balmer series. അപ്പോൾ 2 lines of Lyman series and 2 lines of Lyman series and 1 line of Balmer. അതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഒരു സിമ്പിൾ പെൻഡുലം ഒരു ലിഫ്റ്റിൻ്റെ സീലിംഗ് അറ്റാച്ച് பண்ணிയിരിക്കും. ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ്. അപ്പോൾ ടൈം പീരീഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ടൈം പീരീഡ് എപ്പോഴും എന്താണ് 2π × √L/g ആണ്. അപ്പോൾ ആ 2π × √L/g യൂസ് பண்ணும்போது g മീൻസ് എഫക്റ്റീവ് ആക്സിലറേഷൻ. അപ്വേർഡ് ലിഫ്റ്റ് ആണെങ്കിൽ g+a, ഡൗൺവേർഡ് ലിഫ്റ്റ് ആണെങ്കിൽ g-a. വി ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, അപ്പോൾ എ ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് ഡയഗ്രാം ലിഫ്റ്റ് സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് ഈസ് 0. therefore ടൈം പീരീഡ് വിൽ ബി 2π × √L/g. സെക്കൻഡ് കേസിൽ ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ a. t' is the time period, therefore 2π × √L/g+a. അപ്വേർഡ് ആയതുകൊണ്ടാണ് g+a. ബട്ട് ഇനി ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ നാം കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് ഗിവൺ y = t². t is time and y is the upward displacement. therefore displacement സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിടക്കും? ആക്സിലറേഷൻ കിടക്കും. ആക്സിലറേഷൻ യു വിൽ ഗെറ്റ് 2. ദാറ്റ് മീൻസ് a = 2. ആ 2നെ നമ്മൾ ജിയുടെ ടേംസിൽ എക്സ്പ്രസ് ആണ്. g = 10. അപ്പോൾ 2നെ അപ്പോൾ എഴുതാം 10/5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് g/5 എന്ന് എഴുതാം. therefore t' = g+a ആണ്. ഇത് എക്ക് ബദലായിട്ട് g+5 എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ √5/6t. നോ ക്വസ്റ്റ്യൻ നമ്പർ 17. അത് ഐയുടെ റെസൊല്യൂഷൻ്റെ ബേസ് பண்ணிയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഐക്ക് റെസൊല്യൂഷൻ മീൻസ് അപ്പോൾ ഒരു ഡിസ്റ്റിങ്റ്റ് ആയിട്ട് രണ്ട് ഓബ്ജക്റ്റുകളെ ക്ലിയർ ആയിട്ട് பார்க்கறதுக்கு ഒരു മിനിമം ആംഗുലാർ സെപ്പറേഷൻ தேவைയായിരിക്കും. ആ ആംഗുലാർ സെപ്പറേഷനാണ് ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ഐ എന്ന് ചൊല്ലും. ആംഗുലാർ റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു λ/a. λ ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ് ആൻഡ് എ ഈസ് ദ അപ്പർച്ചർ എന്നാണ്. ആ സ്ലിറ്റിൻ്റെ അപ്പർച്ചർ മീൻസ് ഒരു ലെൻസ് ആകുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ വി ക്യാൻ ടേക്ക്. therefore കൺസിഡർ ദ ഡയഗ്രാം. ഒരു d ദൂരത്തിൽ ഇതാണ് ഐ ലെൻസ്, ഇതാണ് ഐ ലെൻസിൽ നിന്ന് d ദൂരത്തിൽ രണ്ട് പോയിന്റുകൾ P1 ആൻഡ് P2 ആർ സെപ്പറേറ്റഡ് ബൈ എ d ഡിസ്റ്റൻസ്. അപ്പോൾ അത് P1നെയും P2നെയും സെപ്പറേറ്റ് ആയിട്ട് பார்க்கறதுக்கு P1നെയും P2നെയും സെപ്പറേറ്റ് ആയിട്ട് பார்க்கறதுக்கு ദിസ് തീറ്റ ഈസ് മിനിമം തീറ്റ ഈസ് നെസസറി. അപ്പോൾ തീറ്റ ഈസ് കോൾഡ് ആംഗുലാർ റെസൊല്യൂഷൻ ഓഫ് ഐ ഫോർ ക്ലിയർ വിഷൻ. അപ്പോൾ തീറ്റ ഈസ് ഗിവൺ as λ/a. a is the aperture of eye lens and അപ്പർച്ചറിന് ബദലായിട്ട് വി ക്യാൻ ടേക്ക് ഡയമീറ്റർ ഓഫ് ഐ ലെൻസ്. അപ്പോൾ ഫ്രം ദിസ് ഡയഗ്രാം നമുക്ക് d താൻ വേണം, ആ പോയിന്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്. d ഈസിക്കൽ എപ്പോഴും എഴുതാം d θ എന്ന് എഴുതാം. ബിക്കോസ് tan θ എടുക്കുമ്പോൾ tan θ is approximately θ. therefore θ ആയിരിക്കും d θ we can write. இந்த θയ്ക്ക് ബദലായിട്ട് I will put λ/a. now value substitute பண்ணும்போது you will get the answer 1.25 cm, where small d is the separation between the points.